ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സംഭവമാണ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ രാത്രിത്തെ ഡിന്നറായിട്ടോ വൈകുന്നേരത്തെ ചായക്കടി ആയിട്ടോ എങ്ങനെ തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എപ്പോൾ തിന്നാലും ഇതിൻ്റെ ടേസ്റ്റ് മാറില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ കാര്യം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? എന്നാലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊക്കെ നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളി ഇതെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു സവാള, പിന്നെ ഒരു കൈപ്പിടിയോളം ഉള്ളിത്തണ്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ഒരു കൈപ്പിടിയോളം ബീൻസ് ഇവെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതും ഒഴിച്ച് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ മസാല എന്ന് പറയാൻ ഇവിടെ ഇത് മാത്രമേ ഈ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും വേറൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്ന ടൈം കൊണ്ട് തന്നെ ഇത് റെഡിയാവും. നമ്മളിപ്പോൾ സാധാരണ ഒരു കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ വെന്ത് വരാനൊക്കെ. ഇതൊന്നും വേണ്ട, നാട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ടാൽ മതി. അപ്പോൾ റെഡിയായി വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡില്ലേ, അത് നല്ലോണം ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ആക്കിക്കോളി, കുഴപ്പമില്ല. ടേസ്റ്റ് എല്ലാത്തിനും സെയിം അല്ല ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. എന്നിട്ടൊന്ന് നല്ലോണം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് നമ്മൾ ഈ മസാല ഒക്കെ ഈ ബ്രെഡിലൊന്ന് പറ്റിപ്പിടിക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ബ്രെഡ് ഇടുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കത് വേഗം ചൂടോടെ തന്നെ തിന്നാൻ തുടങ്ങാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം രാവിലെയും വൈകുന്നേരമോ രാത്രിയോ എപ്പോൾ തിന്നാന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് പറയേ വേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ എരിവൊന്നും ഇഷ്ടമില്ലാത്ത കൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കും. കാരണം ഇതൊരു ചില്ലി ചിക്കനൊക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റായിട്ട് വരും. വേണമെങ്കിൽ ചില്ലി ബ്രെഡ് എന്നൊക്കെ ഇതിന് പേര് വിളിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും മറക്കാതെ തന്നെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ.